ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. വേറെ ഒന്നിൻ്റെ ആവശ്യം ഉണ്ടായില്ല കേട്ടോ. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തണ്ണിമത്തൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ തണ്ണിമത്തന് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയതാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് തന്നെ എടുക്കട്ടെ. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പഴുത്ത് മധുരമുള്ള തണ്ണിമത്തൻ തന്നെ നോക്കിയിട്ട് എടുക്കുക. അപ്പം ഞാനിപ്പോൾ തണ്ണിമത്തൻ മൊത്തമായിട്ട് തന്നെ ഒരു രീതിയിൽ അരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് നന്നാരി സർബത്തുണ്ടല്ലോ അത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാക്കറ്റ് പാൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടെടുത്താണ്. നല്ല തണുപ്പുണ്ടാകുമ്പോഴല്ലേ ആ സമയത്ത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സുഖം ഉണ്ടാകുക. അപ്പോൾ കട്ടയാക്കിയിട്ട് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ തണുപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, സ്കിപ്പ് ചെയ്യാം. തണുപ്പ് ഒഴിവാക്കിയിട്ട് പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ റോഹാഫ്സ ഉണ്ടല്ലോ, റോസ് ഫ്ലേവറിൻ്റെ, അത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പാലും ബത്തക്കയും കസ്കസും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ബത്തക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും ഒഴിവാക്കാം. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരൊറ്റ ഡ്രിങ്ക് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.